ഹലോ ഗേസ്, നമ്മളിന്ന് പുതിയ മീനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് മീനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേടിച്ചേക്കുന്നത് ഡംബുയർ ആട്ടോ. ഡംബുയറിൻ്റെ മീൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ മീൻ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങളൊന്നും കാണിച്ചു തരാണ്ടിരുന്നതാണ്. മൊബൈലിൽ വീഡിയോ എടുക്കാൻ ക്വാളിറ്റി ഇല്ലാത്ത മൊബൈലില്ലാത്തതുകൊണ്ട്. അപ്പോൾ മൊബൈലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ മീനെയൊക്കെ കാണിച്ചു തരാം. എൻ്റെ സെറ്റപ്പൊക്കെ കാണിച്ചു തരാം. ഈ അടുത്തൊക്കെ വാങ്ങാം കേട്ടോ. ഇതാണ് കേട്ടോ, കണ്ടോ ഇരിക്കുന്നുണ്ടോ? കേട്ടോ ആദ്യത്തെ മീൻ എന്ന് പറഞ്ഞത് കണ്ടോ, ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ടോ, ഗപ്പി ഉണ്ട്, പ്ലാറ്റി ഉണ്ട്. ഞാൻ ഇപ്പോൾ ഫുഡ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ അടിയിലേക്ക് ചെയ്തതാണ്. ഫുഡ് ഇത്ര നേരം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഈ ഫുഡ് നിങ്ങൾ മേടിക്കരുത് കേട്ടോ. തായോ ഗപ്പീൻ്റെ ആ കാലത്തേക്ക് കൊണ്ടിരിക്കുമല്ലോ പ്ലാറ്റി. ഏത് ഗപ്പി പീസുണ്ട് ഇതൊക്കെ. എനിക്ക് മിക്സിൽ ഇഷ്ടമൊക്കെയാണ്, സാധാരണ വെച്ചേക്കുന്നതാണ് കേട്ടോ. അല്ലാണ്ട് വേറൊന്നുമില്ല. ഇത് നല്ല സുഖമാണ് നിങ്ങളെ കാണാൻ. പിന്നെ ഇവിടെ ഒരു വാട്ടർ ഓക്സിജന് വേണ്ടി വെച്ചേക്കുന്നുണ്ടോ, ഇത്ര അടുപ്പിച്ച് വെച്ചേക്കും. ശരിയുണ്ട് കണ്ടോ. രാവിലെ എത്ര മണിയായി, രാവിലെ സമയം ആയിട്ടുള്ളൂ കേട്ടോ. പറഞ്ഞില്ലേ ഇത് മിക്സ്ഡ് പീസ്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോണത് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അല്ല കേട്ടോ, മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് തുടങ്ങി കണ്ടോ. ഹായ്, മഴ പെയ്ത് തുടങ്ങി. നമുക്ക് കയറി നിൽക്കാൻ കണ്ടോ, ഷെഡിൽ കയറി നിൽക്കാം. എന്തൊരു മഴ കഴിച്ചു. ഇവിടെ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. പറഞ്ഞു വന്നാൽ നമുക്ക് ഞാൻ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, ഇതാണ്ടോ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങൾ ഉണ്ടോ. നല്ല ഗോൾഡൻ ഷെയ്ഡുള്ള പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങൾ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോണത് നമ്മളെ എല്ലാ കുഞ്ഞുങ്ങളുള്ള ടാങ്കാണ് കേട്ടോ. മിക്സിഡ് പീസിൻ്റെ കുഞ്ഞുങ്ങളും എല്ലാം ഉള്ള ടാങ്കുകളുണ്ട് കേട്ടോ. ഫുൾ ഇതിനുള്ളിൽ കുഞ്ഞുങ്ങളാണ്. പിന്നെ അവിടെ ഒരു ബ്ലൂ കളർ ബ്ലൂ ടാക്സിലോ കിട്ടിയ അതാണെന്ന് തോന്നുന്നത്. ഞാൻ നോക്കിയില്ല. ഞാൻ തന്നെ ചെന്ന് മേടിച്ചിട്ടുണ്ടെന്നാണ്. പേരും ചോദിച്ചില്ല, കണ്ടപ്പോൾ ഇഷ്ടമായി മേടിച്ചിട്ടുണ്ടെന്നാണ്. അത് നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന റേറ്റ് 70 രൂപ കേട്ടോ. 70 രൂപയ്ക്ക് 120 രൂപയ്ക്കൊക്കെ കിട്ടും. അതും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും തീറ്റ എടുക്കുന്നുണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, തീറ്റ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ ഇരിക്കുന്നു. സാരില്ല വയസ്സ് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ തീറ്റ എന്നും കാണൂല. നമുക്കിതൊന്നെങ്കിൽ ഇത് വലിച്ചു കളയേണ്ടി വരും, അല്ലെങ്കിൽ ഇത് അവിടെ നിന്ന് അവർ തിന്നോളും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ് ഡംബുയർ. ഡംബുയറാണ് കേട്ടത് കേട്ടോ. ഫീമെയിൽ ബ്രീഡ് ആവാറുണ്ട്. ഇതാണ് നമ്മുടെ ഫീമെയിൽ ബ്രീഡ് ആവാറുണ്ട്. അത്യാവശ്യം ബെല്ലിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ മീൻ. അല്ല, 2 മീനുണ്ട് കേട്ടോ. അതാണ് പെട്ടെന്ന് ഫീമെയിൽ വലിയ വലുതാണ്. ഓക്കെ, ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നതാണ് നമ്മുടെ ഫൈറ്ററിന് കാണിച്ചു തരാണെങ്കിൽ ഇതാണ് നമ്മുടെ ഫൈറ്റർ കേട്ടോ. ഫൈറ്റർ ഫീമെയിൽ തന്നെ. ഫീമെയിലിൻ്റെ വാലൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ഈ ഫൈറ്റർ അല്ല, വേറൊരു ഫൈറ്റർ ഉണ്ട്. അവൻ്റെ കൂടെ ഇട്ടപ്പോൾ അവൻ കടിച്ചെടുക്കുന്നത്. ഇതാണ് രണ്ടാമത്തെ കണ്ടോ. ഇത് നമ്മുടെ മെയിൽ തന്നെയാണ്. ഇതിൻ്റെ വാലും ഉണ്ട് കേട്ടോ. കണ്ടോ എന്ത് രസമാണല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ ഫീമെയിലിൻ്റെ കൂടെ ഇടുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇവളിപ്പോൾ എഴുന്നേറ്റിട്ടുള്ള അവളെപ്പോൾ ഉറക്കമാണ്. ഇങ്ങനെ ആക്റ്റീവ് അല്ലെന്നുള്ള കാര്യമാണ് സത്യം. എന്താണ് ആക്റ്റീവ് അല്ല. അപ്പം ഇവിടെ മെയിൽ ഫൈറ്റർ എപ്പോൾ നോക്കിയാലും ചുമ്മാ കടിക്കൂല. അതാണെന്ന് തോന്നുന്നു കേട്ടോ. വാലൊക്കെ കണ്ടോ. ഇതുപോലെ അറ്റാക്ക് ചെയ്യണ പരിപാടി ഇടയ്ക്കുള്ളൂ. അതാണ് ഇവിടെ വാലുണ്ടോ, നല്ല രസമുള്ളൂ. ഇനി എൻ്റെ അടുത്ത മീൻ ഞാൻ കാണിച്ചു തരാം. അടുത്ത മീൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡ് ഫിഷാണ്. ഗോൾഡ് ഫിഷിനെ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മുടെ ഗോൾഡ് ഫിഷ് എന്ന് പറയുന്നത് കണ്ടോ, ടെട്രാ ഗോൾഡ് ഫിഷ് ഉണ്ട്, ഒറാണ്ട ഗോൾഡ് ഫിഷ് ഉണ്ട്. തീറ്റ ഇട്ട് കൊടുത്തോളൂ. കണ്ടോ തീറ്റ ഞാൻ പറഞ്ഞ
ഈ ഒരു സാധനം മേടിച്ചിട്ടാണ് എല്ലാം താഴത്തേക്കാണ് ഗപ്പി ബൈറ്റ്സ്. പക്ഷെ നല്ല ക്വാളിറ്റി ആണ് കേട്ടോ, മേടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല തന്നെയാണ്. ഞാൻ ഇതെല്ലാം മേടിക്കാറ്. ഞാൻ ഗപ്പീൻ്റെ മൈക്രോ പെല്ലറ്റിന് അറിയാം കേട്ടോ. തീറ്റെടുത്ത് വെക്കണേ. ഇങ്ങനെ അടച്ചു വയ്ക്കും. ഞാൻ കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഫുഡിൻ്റെ പായസമൊക്കെ കിട്ടുന്നത് ഇതിനാണ് കേട്ടോ. അപ്പോൾ അതിലിട്ട് വെക്കുന്നുണ്ടോ, ഇതുപോലെ ഒന്ന് എടുത്ത് വയ്ക്കും. കുറേ സൈഡിലാണ് ഇട്ട് വയ്ക്കും. ഇത്ര ഉള്ളൂ കേട്ടോ എൻ്റെ ഗപ്പീൻ്റെ എല്ലാം. എനിക്ക് ഇത്രയും മീനുള്ളൂ. കുറേ മീൻ ഉണ്ടായതാണ്, എല്ലാം ചത്തു പോകാറുള്ളൂ. ഇപ്പോഴാണ് വളർത്താൻ അറിയണേ, പണ്ടൊന്നും വളർത്താനേ അറിഞ്ഞുകൂടായിരുന്നു. കൈയൊക്കെ ഇട്ട് ഇളക്കി ആയിരുന്നു ഞാൻ വളർത്തിക്കൊണ്ടിരുന്നത്. കുഴപ്പമില്ലാണ്ടൊക്കെ ആയിരുന്നു ഞാൻ വളർത്തിയായിരുന്നു. അന്ന് കുറേ ചത്തു പോകാറുന്നുണ്ടായി. ചിലത് ചത്തു പോയില്ല, ചിലത് ചത്തുപോയി. അപ്പം ചത്തു പോവാത്ത ചിലതാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെയാണ് ഞാൻ കയറി വന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ മീനുണ്ടോ ഗൈസ്? ലംബോയർ ഉണ്ടാവും, വേറെ ഒന്നും ഉണ്ടാവാൻ ചാൻസില്ല. മിക്സഡ് ഗപ്പീസ് ഇങ്ങനത്തെ ഉണ്ടാവും. ഇത് മിക്സഡ് ഗപ്പീസ് എങ്ങനെ കയറി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും ഒരുമിച്ചിട്ട് വളർത്താൻ പരിപാടി ഉണ്ടായിരുന്നു. എങ്ങനെ കയറി വന്നതാണ്. എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെയാണ് മിക്സഡ് ഗപ്പീസ് കയറിയത്. ബാക്കിയെല്ലാം മീൻ ഞാൻ വളർത്തുന്നത് തന്നെയാണ്. ഓക്കെ, എല്ലാവർക്കും ബൈ. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോ ഒന്ന് ബൈ.